പൂജാ ബമ്പർ അടിച്ച ഭാഗ്യവാൻ ആരെന്ന് അന്വേഷിക്കുകയായിരുന്നു കേരളം. ഇപ്പോൾ പൂജാ ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ദിനേശ് കുമാറിനെന്ന് വ്യക്തമാകുന്നു. കൊല്ലത്തെ ലോട്ടറി സെന്ററിൽ നിന്ന് ടിക്കറ്റ് എടുത്ത സബ് ഏജന്റാണ് ദിനേശ് കുമാർ. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. ദിലീപ് ദേവസ്യ ചേരുന്നു വിശദാംശങ്ങളുമായി. ദിലീപ്, ആ ഭാഗ്യവാനെ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇദ്ദേഹം ലോട്ടറി ഏജന്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വദേശിയായ ദിനേശിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നതെന്നുള്ള സന്തോഷ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. അല്പസമയത്തിനകം ദിനേശ് ഈ ലോട്ടറി എടുക്കുന്ന ജയകുമാറെ ലോട്ടറി ഏജൻസിയിലേക്ക് എത്തും. അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങൾ തന്നെ ഇവിടെ ഒരുക്കി കഴിഞ്ഞു. താളമേളങ്ങളുടെ അകമ്പടിയോടെ തന്നെയായിരിക്കും ദിനേശിനെ ഈ കടയിലേക്ക് സ്വീകരിക്കുക. ഈ കടയുടെ ഓണർ നമ്മളോടൊപ്പം ചേരുന്നു. ചേട്ടാ, സന്തോഷമാണോ? സന്തോഷമല്ലേ? 12 കോടി അടിച്ച ആള് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വരും. അയാളെ സ്വീകരിക്കാനുള്ള ആവേശത്തിലാണ്, അദ്ദേഹത്തിനെ സ്വീകരിക്കാനുള്ള ആവേശത്തിലാണ്. കൊല്ലത്തുകാരൻ തന്നെയാണല്ലേ? കൊല്ലത്തുകാരൻ തന്നെയാണ്. കൊല്ലം കരുനാഗപ്പള്ളി വിളിച്ചാലും അദ്ദേഹം ഇവിടെ വരുന്ന കാര്യത്തിൽ നേരത്തെ പറഞ്ഞതോ? എപ്പോഴാണ് മനസ്സിലായത്? രാത്രി പുള്ളി വിളിച്ചിരുന്നു. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് തനിക്കാണ് ലോട്ടറി അടിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി വിളിച്ചു പറയുകയും ചെയ്തു. ഇപ്പോൾ തന്നെ ബാങ്കിന്റെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ട് സാറേ ഇപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നോ? സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്. ടിക്കറ്റ് നേരിട്ട് ബാങ്കിലേക്ക് കൊണ്ടുപോകും. അയാളെ കാണാൻ വന്ന് നിൽക്കുകയാണോ? ഭാഗ്യശാലിയെ കാണാൻ? ചേട്ടാ, ഭാഗ്യശാലിയെ കാണാൻ നിൽക്കുകയാണോ? ഭാഗ്യശാലിയെ കാണാൻ നിൽക്കുവാണോ? കൊല്ലത്ത് കരുനാഗപ്പള്ളിക്കാരനാണ്. അതെ, ആ ഭാഗ്യവാനെ ഒന്ന് കാണാനായിട്ട് നിൽക്കുകയാണ്. നമുക്കൊരു സന്തോഷമല്ലേ ഇതൊക്കെ. കൊല്ലത്ത് തന്നെ അടിച്ചു എന്നുള്ളത് വീണ്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും വിനീത, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ ദിനേശിനാണ് ഇപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുന്നത്. അദ്ദേഹം 10 ടിക്കറ്റ് ഒരുമിച്ചെടുത്ത വ്യക്തിയാണ്. ആ 10 ടിക്കറ്റിൽ ഒരു ടിക്കറ്റിനാണ് പൂജാ ബമ്പർ ഭാഗ്യം വന്നിരിക്കുന്നത്. 12 കോടി രൂപ കൊല്ലം കരുനാഗപ്പള്ളിയിലെ ദിനേശിന് ലഭിച്ചിരിക്കുന്നത്. ദിനേശ് ഇന്നലെ രാത്രിയാണ് ഈ കടയിലെ ഓണറെ വിളിച്ച് തനിക്കാണ് ഈ ലോട്ടറി അടിച്ചിരിക്കുന്നതെന്നുള്ള വിവരമടക്കം പറയുകയും ചെയ്തത്. ഇന്ന് ഉച്ചയോടുകൂടെ ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. സുഹൃത്തുക്കൾക്കൊപ്പം ബന്ധുക്കൾക്കൊപ്പം ഈ KSRTCക്ക് മുമ്പിലെ ജയകുമാർ ലോട്ടറി സെന്ററിൽ എത്തും. അദ്ദേഹം ലോട്ടറി സ്റ്റേറ്റ് ബാങ്കിന് കൈമാറുമെന്നാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാവരും തന്നെ ആ ഭാഗ്യശാലിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ചെണ്ടമേളങ്ങളുണ്ട്. അകത്ത് പൂമാലയിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി പൂമാലയും എല്ലാം ഒരുക്കി ഈ കൊല്ലത്ത് ഈ നാട്ടുകാരൊക്കെ വലിയൊരു ആൾക്കൂട്ടം ഇവിടെ ഇതിന് ചുറ്റുമുണ്ട്. ഇങ്ങോട്ട് ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ തന്നെ ഈ ഭാഗ്യശാലിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോട് മുതൽ തന്നെ ഇവിടെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഈ ഭാഗ്യശാലി ആരാണെന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്നവരാണ്. ഇന്നലെ രാത്രിയാണ് ആ ഭാഗ്യശാലി ഈ കടക്കാരോട് പറഞ്ഞത് ഞാനാണ് ആ ഭാഗ്യശാലി എന്ന്. ദിലീപ്, ഇയാളുടെ മറ്റ് വിശദാംശങ്ങൾ എന്താണ്? സബ് ഏജന്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ടിക്കറ്റ് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ച് ടിക്കറ്റിനാണോ സമ്മാനം അടിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഇദ്ദേഹം സബ് ഏജന്റ് ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ ആള് സബ് ഏജന്റ് ആണോ? ഇയാള് ഏജന്റ് അല്ല, അദ്ദേഹം ഒരു ഭാഗ്യാന്വേഷിയാണ്. ഏജൻസി വ്യവസ്ഥയിൽ ടിക്കറ്റ് എടുത്ത ഒരാളാണ്. അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞു. KL 23U ഇന്നോവ ക്രിസ്റ്റ കാറിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏജൻസി മുഖേന അദ്ദേഹം ഏജൻസി വ്യവസ്ഥയിൽ ടിക്കറ്റ് എടുത്തു. ഒരുപാട് ടിക്കറ്റ് എടുക്കും. 10 ടിക്കറ്റ് എടുത്ത് അദ്ദേഹം ഇങ്ങനെ ഭാഗ്യം അന്വേഷിക്കുന്ന ഒരു ഭാഗ്യാന്വേഷിയാണ്. പല ബമ്പറുകളിലും അദ്ദേഹം ഞങ്ങളുടെ കരുനാഗപ്പള്ളി കടയിൽ നിന്നൊക്കെ പ്രൈസ് അടിച്ചിട്ടുള്ള ആളാണ്. 2019 ഓണം ബമ്പർ അദ്ദേഹത്തിന് 2-3 ടിക്കറ്റിന് മിസ്സായി പോയ ആളാണ്. 50,000, 1 ലക്ഷം ചെറിയ തുകയുടെ സമ്മാനങ്ങൾ ഒരുപാട് അടിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ജോലി എന്താ? അദ്ദേഹം ഫാമാണ് നടത്തുന്നത്. ഫാം. അതാ അദ്ദേഹത്തിന്റെ ഇന്നോവ എത്തിയിരിക്കുന്ന അവരുടെ ഭാഗ്യശാലി എത്തിയിരിക്കുന്ന അദ്ദേഹം ഇന്നോവ കാറിൽ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറഞ്ഞത്. ആ വാഹനത്തിൽ ഉടൻ തന്നെ അദ്ദേഹം ഇവിടെ എത്തും എന്ന് അറിയിച്ചിരിക്കുന്നു. ഭാഗ്യശാലി ഒരു ഫാം നടത്തുന്ന ആളാണ്. വിവരം ഇദ്ദേഹത്തിന്റെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. 12 കോടി രൂപ അടിച്ച ആ ഭാഗ്യശാലിയെ കേരളം നോക്കി നിൽക്കുന്ന ആ ഭാഗ്യശാലി അല്പസമയത്തിനകം എത്തുന്നതാണ്. ജയകുമാർ ലോട്ടറീസിൽ നിന്ന് 10 ടിക്കറ്റുകൾ ഒരുമിച്ച് വാങ്ങിയ വ്യക്തിക്കാണ് ഇപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുന്നത്. 12 കോടി JC 32 55 26 എന്ന നമ്പറിലുള്ള ലോട്ടറി ടിക്കറ്റിലാണ് ഈ ഭാഗ്യം എത്തിയിരിക്കുന്നത്.
സന്തോഷത്തോടുകൂടി ഭാഗ്യവാനെ സ്വീകരിക്കാൻ ഇന്നോവ നിൽക്കുകയാണ്. ക്രിസ്റ്റ കാർ ലൈറ്റ് കത്തി വരുന്ന ഇന്നോവ ക്രിസ്റ്റ കാറിലാണ് ആ ഭാഗ്യശാലി എത്തിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി സ്വദേശിയായ ദിനേശാണ് ആ ഭാഗ്യശാലി. അദ്ദേഹമാണ് ദിനേശ്. ഇതാ ഭാഗ്യവാൻ എത്തിയിരിക്കുന്നു. പൂജ ബമ്പർ നേടിയ ദിനേശ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയാണ്. അദ്ദേഹം ഇതാ അവിടെ എത്തിയിരിക്കുകയാണ്. കാർ ഓടിക്കുന്ന ആളാണോ? അതെ, കാർ ഓടിക്കുന്ന ആളാണ് ആ ദിനേശ്. ആ കാറ് ദിലീപ്, സമാധാനമായി നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാം. ദിനേശ് കുടുംബമായിട്ടല്ലേ? ഇറങ്ങിക്കോളൂ എല്ലാവരും ഇറങ്ങി. ഇതാണ് ദിനേശ്, ഇതാണ് പൂജ ബമ്പർ നേടിയ കരുനാഗപ്പള്ളി. എവിടെ നാളെ കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിയാണല്ലേ? പൂജ ബമ്പർ അടിച്ചിരിക്കുന്ന ദിനേശാണ്. ദിനേശിനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോരുന്നത്. ദിനേശ് കുടുംബസമേതം എത്തിയിരിക്കുകയാണ്. ദിനേശിൻ്റെ ഭാര്യയുണ്ട്. 2 കുട്ടികളാണോ? 2 കൊച്ചുങ്ങളുണ്ട്. അച്ഛനാണോ? ദിനേശിൻ്റെ അച്ഛൻ. അങ്ങനെ എല്ലാവരും തന്നെ ദിനേശിന് ഒപ്പമുണ്ട്. എന്തായാലും സന്തോഷം. ദിനേശ് ഇപ്പോൾ കുടുംബസമേതം ഈ ലോട്ടറി ടിക്കറ്റ് കടയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു. കടക്കാരനെ കാണുന്നതിന് വേണ്ടി ജയകുമാർ ലോട്ടറി ഏജൻസീസിലേക്ക് വരികയാണ്. കുടുംബസമേതമുണ്ട്. അവിടെ ബാങ്കിലെ മാനേജറുണ്ട്. അങ്ങനെ ഈ നിരവധി ആളുകൾ ഈ ഭാഗ്യശാലിയെ കാത്തുനിന്നുണ്ട്. അദ്ദേഹം ഭാര്യയെയും മക്കളെയും ചോദിക്കുന്നു. ഭാര്യയും മക്കളെടുത്ത് കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ടിക്കറ്റിന് ഇതാക്കുന്നത്. ബമ്പർ സ്ഥിരമായിട്ട് ചെറിയ ലോട്ടറികൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ വെച്ചോണ്ട് ഇത്ര ലോങ്ങിൽ നിന്ന് വന്നെടുത്തത്. അതുകൊണ്ട് തന്നെ നിരന്തര ഭാഗ്യാന്വേഷിയാണ് ദിനേശ് കുമാർ. നേരത്തെ ചെറിയ സമ്മാനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ 12 കോടിയുടെ പൂജ ബമ്പർ സ്വന്തമാക്കിയ ദിനേശ് കുമാർ, അദ്ദേഹത്തെയാണ് നമ്മൾ കാണുന്നത്. വൻ സ്വീകരണമാണ് അവിടെ ഒരുക്കുന്നത്. കടയുടെ ഉടമ ജയകുമാർ അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്നു. ഭാര്യയും 2 മക്കളും പിതാവുമാണ് ഇപ്പോൾ ഈ കടയിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് കിരീടം തലപ്പാവ് അണിയിച്ചിരിക്കുകയാണ്. ഭാഗ്യശാലി പൂജാ ബമ്പർ ഭാഗ്യശാലിയായ ജയകുമാറിന് കടക്കാർ തലപ്പാവ് അണിയിച്ചിരിക്കുന്നു.